കൊടും ചൂടിൽ വലഞ്ഞ് ജനം. സംസ്ഥാനത്ത് കൊടും ചൂടാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. വഴിയോരങ്ങളിൽ തണ്ണീർപ്പന്തൽ സജ്ജമാക്കാനും പൊതുയിടങ്ങളിൽ സൂര്യാഘാത പ്രഥമ ശുശ്രൂഷയ്ക്ക് സൗകര്യമൊരുക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ചൂടിനെ പ്രതിരോധിക്കാൻ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അത്യുഷ്ണവും ഉഷ്ണതരംഗവും കണക്കിലെടുത്തുകൊണ്ട് എല്ലാ ജില്ലകൾക്കും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത്. പകൽ സമയത്ത് അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കി ലോക്ക്ഡൌണിന്റെ മാനസികാവസ്ഥയോടുകൂടി തന്നെ തുടരാൻ കഴിയുന്നവരങ്ങനെ തുടരണം. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കുട്ടികളും ആൽബനിസം പോലെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അവസ്ഥയുള്ളവരും പകൽ സമയം സർക്കാരിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു സെൽഫ് ലോക്ക്ഡൌണിന് വിധേയമാകണം എന്ന് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന. നമ്മുടെ പൊതുപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മാർക്കറ്റുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ട്രാഫിക് സിഗ്നലുകൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും താൽക്കാലിക പന്തലുകൾ, തണ്ണീർ പന്തലുകൾ വെക്കണം. പൊതുകേന്ദ്രങ്ങളിലെല്ലാം ആളുകൾക്ക് സുഖകരമായി ഇരിക്കാനും വെള്ളം കുടിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്യേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.